നമസ്കാരം. സമയം മലയാളം ദ ഇൻഫോ ഷോയിലേക്ക് സ്വാഗതം. ഉന്നത വിദ്യാഭ്യാസത്തിനായി വിദേശ രാജ്യങ്ങളിലേക്ക് പോകാൻ ആഗ്രഹിക്കാത്തവർ കുറവായിരിക്കും. US, UK, കാനഡ തുടങ്ങിയ രാജ്യങ്ങളായിരിക്കും പലരുടെയും ലിസ്റ്റിൽ ഉണ്ടാകുന്നത്. ഇതിൽ തന്നെ ലണ്ടനിലേക്കും മറ്റ് UK നഗരങ്ങളിലെ യൂണിവേഴ്സിറ്റികളിലും പഠിക്കാൻ ആഗ്രഹിക്കുന്നവരാണ് കൂടുതലും. അതിന്റെ ഒരു പ്രധാന കാരണം UK യൂണിവേഴ്സിറ്റികളിലെ സിലബസും അവിടുത്തെ മികച്ച വിദ്യാഭ്യാസ സൗകര്യങ്ങളുമാണ്. എന്നാൽ ഇനി ലണ്ടനിൽ പോയി പഠിക്കണമെന്ന ആഗ്രഹം നടക്കില്ല എന്ന് കരുതി വിഷമിക്കേണ്ട. വിദേശ സർവകലാശാലകൾ സ്വന്തം നാട്ടിൽ ക്യാമ്പസുകൾ തുടങ്ങുമെന്ന ഇന്ത്യയുടെ ദീർഘകാല സ്വപ്നം യാഥാർത്ഥ്യമാകാൻ പോകുകയാണ് എന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. UK പ്രശസ്തമായ സർവകലാശാലകൾ ഇപ്പോൾ ഇന്ത്യയിലേക്ക് തങ്ങളുടെ ക്യാമ്പസുകൾ പറിച്ചു നടാൻ ഒരുങ്ങുകയാണ്. ഇതിന് പിന്നിൽ ഇന്ത്യയുടെ വിദ്യാഭ്യാസ നയത്തിലെ മാറ്റങ്ങൾ മാത്രമല്ല, UK സർവകലാശാലകൾ അവിടെ നേരിടുന്ന കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയും രാഷ്ട്രീയ സമ്മർദ്ദങ്ങളുമാണെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. എന്തായാലും ഈ അവസരം നമ്മുടെ ഇന്ത്യൻ വിദ്യാർത്ഥികൾക്ക് ഗുണം ചെയ്യുമെന്ന് തന്നെ പറയാം. എന്തുകൊണ്ട് UK സർവകലാശാലകൾ ഇന്ത്യയിലേക്ക് വരുന്നു? ഇത് ഇന്ത്യൻ വിദ്യാർത്ഥികൾക്ക് എങ്ങനെ ഗുണകരമാകും എന്ന് നമുക്ക് വിശദമായി നോക്കാം. UKയും ഇന്ത്യയും തമ്മിലുള്ള ബന്ധം ശക്തമാകുന്നതിന്റെ ഭാഗമായാണ് വിദ്യാഭ്യാസ മേഖലയിലെ ഈ വിപ്ലവകരമായ മാറ്റം എന്ന് തന്നെ പറയാം. 2025 ഇന്ത്യയും UKയും പുതിയ കരാറുകളിൽ ഒപ്പുവെച്ചിരുന്നു. കൂടാതെ ഇതും സ്വതന്ത്ര വ്യാപാര കരാറും വിദ്യാഭ്യാസ രംഗത്ത് മാറ്റങ്ങൾ കൊണ്ടുവന്നു. ഏകദേശം 7 കോടി വിദ്യാർത്ഥികൾക്ക് 2035 ആകുമ്പോഴേക്കും ഉപരിപഠനത്തിന് സീറ്റുകൾ ആവശ്യമായി വരും. ഈ സാഹചര്യം കണക്കിലെടുത്ത് 2023 കേന്ദ്ര സർക്കാർ ഇന്ത്യയിൽ വിദേശ സർവകലാശാലകൾക്ക് ക്യാമ്പസ് തുടങ്ങാൻ അനുവാദം നൽകിയിരുന്നു. കൂടാതെ ഇന്ന് UKയിലെ പല സർവകലാശാലകളും വലിയൊരു പ്രതിസന്ധിയിലൂടെയാണ് കടന്നുപോകുന്നത്. ബ്രിട്ടനിൽ പണപ്പെരുപ്പം വർദ്ധിച്ചതും പ്രാദേശിക വിദ്യാർത്ഥികളുടെ ട്യൂഷൻ ഫീസ് വർഷങ്ങളായി വർദ്ധിപ്പിക്കാൻ കഴിയാത്തതുകൊണ്ട് അവിടുത്തെ പല പ്രമുഖ സർവകലാശാലകളും സാമ്പത്തിക നഷ്ടത്തിലാണ് എന്നാണ് റിപ്പോർട്ടുകൾ. ഇതിനു പുറമെ കുടിയേറ്റം കുറയ്ക്കുന്നതിന്റെ ഭാഗമായി വിദേശ വിദ്യാർത്ഥികൾക്ക് UK സർക്കാർ ഏർപ്പെടുത്തിയ വിസ നിയന്ത്രണങ്ങൾ യൂണിവേഴ്സിറ്റികൾക്ക് മറ്റൊരു തിരിച്ചടിയായി. ഇത് വിദേശ വിദ്യാർത്ഥികളുടെ എണ്ണം കുറയ്ക്കാൻ ഇടയാക്കി. ഇത് സർവകലാശാലകളുടെ വരുമാനത്തിൽ വലിയ ഇടിവുണ്ടായി. ഈ സാഹചര്യത്തിലാണ് യൂണിവേഴ്സിറ്റി ഓഫ് സതാംപ്ടൺ പോലെയുള്ള വമ്പൻ യൂണിവേഴ്സിറ്റികൾ ഇന്ത്യയിലേക്ക് എത്തുന്നത്. ഗുജറാത്തിലെ ഗിഫ്റ്റ് സിറ്റിയും ഡൽഹിക്ക് സമീപവും ഇത്തരം ക്യാമ്പസുകൾ ഉയർന്നു വരുമെന്നാണ് റിപ്പോർട്ടുകൾ. ഇതുവഴി ഉണ്ടാകുന്ന നേട്ടങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തേത് കുറഞ്ഞ ചെലവാണ്. UKയിൽ പോയി താമസിച്ച് പഠിക്കുന്നതിന്റെ പകുതി ചെലവിൽ അതേ നിലവാരത്തിലുള്ള അന്താരാഷ്ട്ര ബിരുദം ഇന്ത്യയിലിരുന്ന് വിദ്യാർത്ഥികൾക്ക് സ്വന്തമാക്കാം. 2. അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള വിദ്യാഭ്യാസം നേടാൻ സാധിക്കും. UKയിലെ അതേ സിലബസും അധ്യാപന രീതിയുമാണ് ഇന്ത്യയിലെ ക്യാമ്പസുകളും പിന്തുടരുക. ഇത് ഇന്ത്യൻ വിദ്യാഭ്യാസ മേഖലയിൽ വലിയൊരു മത്സരം ഉണ്ടാക്കുകയും അന്താരാഷ്ട്ര നിലവാരമുള്ള വിദ്യാഭ്യാസം സ്വന്തമാക്കാൻ സഹായിക്കുകയും ചെയ്യും. അടുത്തത് ആഗോളതലത്തിൽ സർട്ടിഫിക്കറ്റുകൾക്ക് വിലയുണ്ടാകും. ഈ ക്യാമ്പസുകളിൽ നിന്ന് ലഭിക്കുന്ന ബിരുദങ്ങൾ ആഗോളതലത്തിൽ അംഗീകരിക്കപ്പെട്ടവയായിരിക്കും. ഇത് വിദ്യാർത്ഥികൾക്ക് ജോലി നേടുന്നതിന് സഹായകമാകും. അടുത്തത് സാമ്പത്തിക നേട്ടമാണ്. ഇന്ത്യയിലെ പണം വിദേശത്തേക്ക് ഒഴുകുന്നത് തടയാനും ഇന്ത്യയെ ഒരു ഗ്ലോബൽ എഡ്യൂക്കേഷൻ ഹബ്ബായി മാറ്റാനും കേന്ദ്ര സർക്കാരിന്റെ ഈ നീക്കം സഹായിക്കും. നിലവിൽ ഇന്ത്യയിൽ ക്യാമ്പസ് തുടങ്ങാൻ ആദ്യമായി അനുമതി നേടിയ ആദ്യ UK സർവകലാശാല സതാംപ്ടൺ യൂണിവേഴ്സിറ്റിയാണ്. വരും വർഷങ്ങളിൽ കൂടുതൽ വിദേശ സ്ഥാപനങ്ങൾ ഈ പാത പിന്തുടരുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. UK സർവകലാശാലകൾ ഇന്ത്യയിലേക്ക് വരുന്നത് വെറുമൊരു ബിസിനസ് നീക്കമല്ല, മറിച്ച് ഇന്ത്യൻ വിദ്യാർത്ഥികൾക്ക് ലഭിക്കുന്ന വലിയൊരു അവസരമാണ്. വിദേശത്ത് പോയി പഠിക്കാൻ സാമ്പത്തികമായി ബുദ്ധിമുട്ടുന്ന മിടുക്കരായ വിദ്യാർത്ഥികൾക്ക് ഇനി ഇന്ത്യയിൽ ഇരുന്ന് തന്നെ ആഗോള നിലവാരമുള്ള വിദ്യാഭ്യാസം നേടാം. ഇന്നത്തെ വീഡിയോ ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.